അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇതാണ്ട AC ഇതാ നിന്ന് കാണിച്ചു വെക്ക് ക്യാമറാമാനോനെ. സോ നല്ല AC ആണ് മേടിച്ചു തന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ സൗഖ്യത്തോടെയും സമാധാനത്തോടെയും ഞാൻ ഇവിടെ കിടക്കുന്നു. AC വാങ്ങിച്ചു കൊടുത്ത് വേറെ ആരുമില്ല. അങ്ങനെ അവസാനം കിച്ചു രേണുവിനെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഈ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഈ വീഡിയോ ഒരാളെ കരിവാരി തേക്കാനും മറ്റൊരാളെ നന്നാക്കി പറയാനുള്ളതല്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോ ഒരുപാട് വന്ന കമന്റ് ആണ് രേണു കിച്ചുവിനോട് മാപ്പ് പറയണം എന്നുള്ള കാര്യം. നിന്നെ വളർത്തി വലുതാക്കിയ ആളല്ലേ രേണു സുധി, നിനക്ക് അവരുടെ മുന്നിൽ ഒന്ന് താഴ്ന്നു കൊടുത്താൽ എന്താ പ്രശ്നം? അങ്ങനെയുള്ള കമന്റുകൾ വേറെ. കിച്ചു റീൽസിൽ പറഞ്ഞ കാര്യം കുറച്ച് കടന്നു പോയോ എന്നുള്ള ഒരു സംശയം. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ. അതോടൊപ്പം തന്നെ രേണുവിന് പറയാനുള്ള കാര്യങ്ങളും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പൊ ഇതേപോലത്തുള്ള കോൺട്രവേഴ്സസ് ആയ കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആയ കാര്യങ്ങൾ അറിയാനായിട്ട് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കിച്ചു പറഞ്ഞ ഫസ്റ്റ് കാര്യം, അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം അങ്ങോട്ട് മാറട്ടെ. അപ്പൊ ഈ റീൽസിന് താഴെ വന്ന ഒരുപാട് കമന്റുകൾ കിച്ചുവിന് എതിരാണ്. വിഷമമുള്ളവരുടെ വിഷമം മാറട്ടെ. അപ്പോ കിച്ചുവിന് വേണ്ടിയിട്ടല്ല പോകുന്നത്, ബോധ്യപ്പെടുത്താൻ എന്നുള്ള ലെവലിലാണ് കമന്റ് ബോക്സ് മൊത്തം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രേണുസുധി കാണിച്ചു വെച്ച കാര്യങ്ങളെല്ലാതും. പക്ഷെ അവരിപ്പോൾ ഒരു ചികിത്സയിലാണ്. കുറച്ച് 2-3 കമന്റ്സ് അതെന്തായാലും വായിച്ചേ പറ്റൂ. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയാൽ മതി, ആൾക്കാരെ നിർബന്ധിച്ച് പോണമെന്നില്ല, എന്തായാലും നിന്നെ സമ്മതിച്ചു. സംഭവം പറഞ്ഞല്ലോ, ആ ഒരു വാക്കിന്റെ നമ്മൾ ഓരോ പറയുന്ന വാക്കുകളും ആൾക്കാർ അത് എങ്ങനത്തെ ലെവലിൽ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. അവനവന് വേണമെങ്കിൽ പോയാൽ മതി, ആൾക്കാർ നിർബന്ധിച്ചിട്ട് അങ്ങനെ പോവാൻ ഉള്ള ഒരു സംഭവം അല്ല ഇത്. എന്തൊക്കെ പറഞ്ഞാലും കിച്ചു എന്നെ നോക്കിയ ഒരാളാണ്, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഒന്ന് പോടാൻ നന്ദിയില്ലാത്തവനെ, ചെക്കനെ നന്ദിയില്ലാത്തവൻ വരെ ആക്കി. ഓരോരുത്തർക്ക് അവനവന്റേതായ വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാവും, തീരുമാനങ്ങളും ഉണ്ടാവും. അതിനൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ഇടുന്നു, എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു. അത് കിച്ചു ആരുടെയും വിഷമം മാറ്റാൻ വേണ്ടി മാത്രം പോകണ്ട. നിന്നെ വളർത്തി ഇത്രയും ആക്കിയത് അവളാണ്, നിന്റെ മനസ്സോടെ പോയാൽ മതി. ആരുടെയും പരാതി തീർക്കാൻ പോകണ്ട. കിച്ചു നല്ല കുട്ടിയാണ്. അവര് എന്ത് കാണിച്ചാലും ഇപ്പോ ഈ കിടപ്പിൽ ഒരു വെറുപ്പും മനസ്സിൽ വെക്കണ്ട. നമ്മുടെ നല്ല സമയങ്ങളിൽ കൂടെ നിൽക്കുക എന്നുള്ളതിനെക്കാട്ടും ഏറ്റവും നല്ലൊരു കാര്യമാണ് ചീത്ത സമയത്ത് കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തായാലും ആരായാലും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാർക്ക് അറിയാവുന്നതാണ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണെങ്കിൽ എന്തിനു പോകണം? എപ്പോഴെങ്കിലും അമ്മയായി കരുതിയിട്ടുണ്ടെങ്കിൽ അമ്മയെ എന്ന് ആത്മാർത്ഥമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ മതി. നമുക്കാർക്കും ഒരു വിഷമവും ഇല്ല. നിനക്ക് വേണമെങ്കിൽ നിന്റെ അമ്മയെ കാണാൻ പോകൂ. അത് അവിടെ വന്നു പറയേണ്ട കാര്യമില്ല. ആരെയും ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യല്ല മോനെ. ബോധ്യപ്പെടുത്താൻ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവനവന്റെ ഡിസിഷൻ, അതിനനുസരിച്ച് തീരുമാനം എടുക്കുക. ഇവിടെ കിച്ചു വന്ന് പറഞ്ഞ റീൽസിൽ എനിക്ക് തോന്നുന്നത് എന്റെ കമന്റുകളും നീ അവരെ പോയി കാണ്, അല്ലെങ്കിൽ രേണു വന്നിട്ട് വീഡിയോയിൽ പറയുന്നു എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, 11 വയസ്സ് മുതൽ നോക്കിയ ഒരാളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഒന്ന് പോയിട്ട് കാണാം. ആ ഒരു ലെവലിലാണ് റീൽസ് എന്തായാലും പുറമേയുള്ള ആൾക്കാർ നോക്കി കാണുന്നത്. മോനെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ അല്ല പോവേണ്ടത്, സ്വന്തം മനസാക്ഷി. മോന്റെ അച്ഛന്റെ ജീവനായിരുന്നു ആ അമ്മ. ഇനിയുള്ള ദിനങ്ങൾ അമ്മയും മക്കളും സന്തോഷമായി ജീവിക്കൂ. ഈ ഭൂമിയിൽ നമ്മളൊക്കെ കുറച്ച് കാലമേ ഉള്ളൂ. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തു ജീവിക്കൂ. നമ്മൾ മിന്നാന്നിട്ട വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, ഈഗോ മാറ്റി വെച്ചിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, എന്തൊക്കെ ചെയ്താണെങ്കിൽ നമുക്ക് വേണ്ട ഒരാളാണെങ്കിൽ ഈഗോ മാറ്റി വെച്ചിട്ട് അവരോട് സംസാരിക്കാൻ പോകുന്നതും കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. അവിടെ നമ്മുടെ ഈഗോ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ബന്ധം കൂടി പോവുകയുള്ളൂ. മറ്റുള്ളവരുടെ വിഷമം തീർക്കാൻ നീ പോകണമെന്നില്ല. നിനക്ക് സ്വയം തോന്നിയിട്ട് പോയാൽ മതി. നിന്നോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, അത് പോയി. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരടക്കം ഇപ്പൊ കിച്ചുവിന് തിരിഞ്ഞു എന്നാണ്, കിച്ചുവിനെതിരെ ഈ റീൽ ഇട്ടതിന് ശേഷം. കാരണം അവന് വേണ്ടിയിട്ടല്ല അവനിപ്പോ അവിടെ പോകുന്നത്. അതിനുശേഷം രേണുസുധി യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലോട്ട് നമുക്ക് പോകാം. ഇതാണ്ട AC ഇതാ നിന്ന് കാണിച്ചു വെക്ക് ക്യാമറാമാനോനെ. സോ നല്ല AC ആണ് മേടിച്ചു തന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ സൗഖ്യത്തോടെയും സമാധാനത്തോടെയും ഞാൻ ഇവിടെ കിടക്കുന്നു. AC വാങ്ങിച്ചു കൊടുത്ത് വേറെ ആരുമില്ല, സീക്രട്ട് ഏജന്റ്. നമ്മളെ പോലെ തന്നെ റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന ആൾക്കാർ. നല്ല കാര്യമാണ്. അതിലൊരു പങ്ക് അവർക്ക് കൊടുക്കണേ കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. എനിക്ക് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മളെ കൊണ്ട് അങ്ങനെ രീതിയിൽ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും പോയി അവരുടെ ഒന്നൊരു വീഡിയോ ഇരുന്ന് കാണുക. അതിൽ നിന്നൊരു റവന്യൂ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ക്യാൻസർ ആണ്, നല്ല രീതിയിലുള്ള ചികിത്സാ ചെലവ് വരും. നിങ്ങളാൽ കഴിയുന്ന സഹായം എന്തായാലും അവരെ കൊണ്ട് ചെയ്യുക. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവരുടെ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതൊരു സഹായമായി മാറും. ഞാൻ എന്ത് ദ്രോഹത്തിനാണ് നിങ്ങളുടെ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ സമൂഹത്തിൽ എന്ത് ദോഷമാണ് ഞാൻ ആർക്കെങ്കിലും ചെയ്തിട്ടുള്ളത്? ഞാൻ
കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്തോ അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തിയോ പെൺവാണിഭം നടത്തിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്താണ്? സമൂഹത്തോട് എന്നെ ഈ നെഗറ്റീവ് പറയുന്നത് ഞാൻ റീല് ചെയ്തതാണോ കുഴപ്പം? ഞാൻ ആൽബത്തിൽ അഭിനയിച്ചതാണോ കുഴപ്പം? അതാണോ കുഴപ്പം നിങ്ങളുടെ? എനിക്കറിയായിരുന്നു എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. ഒരു ക്യാൻസർ പേഷ്യന്റിനെ ഇട്ട് ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കുക. രേണു ചേച്ചിയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുമ്പോൾ വേണ്ട കാര്യങ്ങൾക്ക് പ്രതികരണം ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓരോ തെറിവിളികൾക്കൊക്കെ റിപ്ലൈ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. പക്ഷെ ഇതേപോലത്തെ ഷോർട്ട് ഫിലിമിന്റെ ആയിട്ടുള്ള കോൺട്രോവേഴ്സി, ദുബായി പോയിട്ടുള്ള കോൺട്രോവേഴ്സി, സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ള ലെവലില് വായ തുറന്നിട്ടില്ല. എപ്പോഴും നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കേണ്ടത് അവനവന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം ഞാൻ അതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ ലെവലിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരണമായിരുന്നു. അതൊന്നും ചെയ്യാത്ത പക്ഷം ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഒരു കാര്യത്തിന് രണ്ടഭിപ്രായമുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടുകാർ അങ്ങനെ പറയുന്നു വിചാരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആരുടെ വായ അടയ്ക്കാൻ പറ്റൂല. അടുത്തത് ഫേസ്ബുക്കിൽ എന്തും നിങ്ങളുടെ ഉള്ളിലെ ജീർണിച്ച ക്യാൻസർ പോലാണ് നിങ്ങളുടെ ഫേസ്ബുക്കിലെ ചില ആളുകളുടെ കമൻറ്റുകൾ. അത് എൻ്റെ ഈ ക്യാൻസറിനേക്കാൾ എത്രയോ നിങ്ങളുടെ ആ ജീർണിച്ച മനസ്സിൻ്റെ എഴുത്തുകൾ എത്രയോ ഭേദമാണ് എൻ്റെ ഈ ശരീരത്തിൽ പടർന്നു പിടിച്ച ഈ ക്യാൻസർ. ഫേസ്ബുക്ക് അമ്മാവന്മാരെയും അമ്മായിമാരെയും ഒന്നും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലോട്ട് ചേക്കേറിയിട്ടുണ്ട്. അവിടെ കാണിക്കുന്ന അപരാധങ്ങളാണ് നമ്മളിപ്പോ കമന്റ് ബോക്സിലൂടെ വായിച്ചത്. രേണു ചേച്ചിക്ക് അതൊന്നും കേൾക്കാനോ കാണാനോ താല്പര്യം ഇല്ലെങ്കിൽ ഒന്ന് കമന്റ് ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. അഥവാ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കുക. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലാത്ത പക്ഷം സൈലന്റ് ആയിരിക്കുക. അല്ലാണ്ട് നാട്ടുകാരെ എന്നെ പറ്റി അത് പറയുന്നേ ഇത് പറയുന്നേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിഷമമുണ്ട്. എന്നെ കാണാൻ വരാത്തതിൽ വിഷമമുണ്ട്. കാരണം ഇന്നാണ് മനസ്സിലാക്കുന്നത് എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്. ഈ ഒരു കിടക്കേ കിടന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അത്. ഇതുപോലൊരു അസുഖം വന്നപ്പം എന്നെ ഒന്ന് കൈത്താങ്ങ് പിടിക്കാൻ പൈസയല്ല സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്. രേണു നിനക്ക് എങ്ങനെയുണ്ട് മാസ്ക് വെച്ചിട്ട് അവിടെ നിന്ന് നിനക്ക് എങ്ങനെ ഉണ്ടടി, സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരാളെങ്കിലും അവരായിരിക്കും ഈ ക്യാൻസർ കഴിഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ. എൻ്റെ കുഞ്ഞിനെ നോക്കണമെന്ന് ഞാൻ അവരോട് എപ്പോഴും പറയും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞനാഥയാകരുത്, അവനെ ഏറ്റെടുക്കണമെന്ന് പറയും. അവരപ്പം എന്നെ വഴക്ക് പറയും, അവരുടെ കൊച്ചു തന്നെയാണെന്ന് പറയും. എൻ്റെ കുഞ്ഞിനാരുമില്ല. അതേ ഉള്ളു ഇപ്പം ഏക സങ്കടം. എൻ്റെ കുഞ്ഞിനാരും ഇല്ലാതായിപ്പോയി, അച്ഛനും ഇല്ല. കുഞ്ഞിന് ആരും ഇല്ലെന്നൊന്നും പറയണ്ട. കിച്ചു ഉള്ളിടത്തോളം കാലം ഋതപ്പൻ ഒരു അനിയൻ തന്നെ ആയിരിക്കും. ചേച്ചിയോടേക്ക് മെയിനായിട്ട് പറയാനുള്ളത് അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ഒരു കണക്ഷൻ വരുത്താൻ നോക്കുക. കിച്ചുവിനെ വിളിക്കുക. ഇപ്പൊ അവൻ തന്നെ രേണു ചേച്ചിയെ കാണാൻ വരാന്ന് പറഞ്ഞല്ലോ. ഈഗോ മാറ്റി വെച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക. അല്ലാതെ എന്റെ ഋതപ്പനെ നോക്കാൻ ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ കിച്ചുവും നിങ്ങളുടെ മകൻ തന്നെയാണ്. അപ്പൊ അവന് ആരുമില്ല എന്ന് പറഞ്ഞൂടെ? അത് നിങ്ങളവിടെ പറയുന്നില്ലല്ലോ. ഇപ്പൊ എന്തായാലും കിച്ചു നിങ്ങളെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമെങ്കിലും നിങ്ങൾ കുടുംബമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പിന്നെ ചേച്ചി പറഞ്ഞു ഈ കിടക്കയിൽ കിടന്നപ്പോഴാണ് ഞാൻ അറിയാൻ സാധിച്ചത് ആരൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇല്ല എന്നുള്ളതൊക്കെ. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നുള്ളൂ എങ്ങനെയാണ് ഈ അവസ്ഥയൊക്കെ വന്നത് എന്നുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻസറിന്റെ കാര്യമല്ല, കുടുംബത്തിൽ വിള്ളല് വരാനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ടാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ചും കണ്ടും ചെയ്തിട്ട് പഴയ പോലെ ആവാൻ നോക്കുക എന്ന് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പൊ ഇത്രയും കണ്ട ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് എന്തായാലും കാണാം. ബൈ.